നെടുമ്പാശ്ശേരി ആലുവ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ വാർഷിക പൊതുയോഗം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കുന്നുകര, പുത്തൻവേലിക്കര, പാറക്കടവ്, ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, ശ്രീമൂലനഗരം, ആലങ്ങാട്, കരിമഴൂർ, കടിങ്ങല്ലൂർ, വരാപ്പുഴ എന്നീ 10 പഞ്ചായത്തുകളും ഏലൂർ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ കൃഷിഭവനുകളുടെ കീഴിൽ നിന്നും 50 കർഷകരെ കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഫാം പ്ലാനിംഗ്. ഈ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള നാഫ്കോയുടെ കീഴിൽ വരുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിൽ എത്തിച്ചിരിക്കുകയാണ് കർഷകർ. 2024 ഓഗസ്റ്റിൽ ഉൽപാദനം ആരംഭിച്ച സ്ഥാപനം ഇതുവരെ 20 ലക്ഷത്തിന് മുകളിൽ രൂപയുടെ വ്യാപാരം നടത്തി കഴിഞ്ഞു. നാഫ്കോയുടെ 3ാം വാർഷിക പൊതുയോഗം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വിപണി നിങ്ങളുടെ ഈ സംവിധാനം എന്ന നിലയിൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇതിന് നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ജോഷിയുടെ വിപണിക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം. അപ്പോൾ ആ ഫയല് അധികം വൈകാതെ അവിടെ നിന്ന് അനുമതി കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ വിപണിയുടെ ആധുനീകരണം അതുവഴി സാധ്യമാകും. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി ഫാം ടു കിച്ചൺ, കൃഷിയിടത്തും നിന്ന് അടുക്കളയിലേക്ക് ഒരു പുതിയ എയർ കണ്ടീഷൻ വാഹനങ്ങൾ, അത് ജൂലൈ അവസാനം ഓഗസ്റ്റോടുകൂടി പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ കൃഷിയിടത്ത് നിന്ന് സംഭരിക്കുന്നത് റെസിഡൻസ് അസോസിയേഷൻ, ഫ്ലാറ്റുകൾ, ഓഫീസുകൾ എല്ലായിടത്തേക്കും ഈ ശീതീകരിച്ച വാഹനത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് വിപണി നമുക്ക് കുറേ കൂടി നന്നായി ഉറപ്പുവരുത്താൻ കഴിയും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ 6 ബാങ്കുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതും കർഷകന് കുറെ കൂടി സഹായകരായിരിക്കും. നമ്മുടെ തറവിലയിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ വിലയിൽ സംഭരിക്കാനുള്ള ഒരു ബദൽ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന വില കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കർഷകന് ആ വിലയ്ക്ക് വെക്കാം. താഴോട്ട് പോവുകയാണെങ്കിൽ തറവിലയിൽ സംഭരിക്കാനുള്ള ബദൽ സംവിധാനവും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 30 ഏക്കർ ഇപ്പോൾ കുന്നുകര, നെടുമാലൂർ പഞ്ചായത്തുകളുമായി ചേർന്ന് കിൻഫ്ര കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ആരംഭിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഇതുകൂടാതെ ലുലു ഗ്രൂപ്പിൻ്റെ 500 കോടിയുടെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് കളമശ്ശേരിയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇത്തരം ആ മേഖല നമ്മുടെ ഉൽപ്പന്നം ഭക്ഷ്യ സംസ്കരണ മേഖലയിലേക്ക് എത്തുമ്പോൾ അസംസ്കൃത വസ്തുവാണ്. ആ രൂപത്തിൽ വിപണി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. ഇത്തവണത്തെ കാർഷിക ഉത്സവം, കളമശ്ശേരി കാർഷികോത്സവം ആഗസ്റ്റ് അവസാനമാണ് നടക്കുന്നത്. നാഫ്കോ പ്രസിഡന്റ് ടി ജെ ജോഷി അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗം നാസർ മണലിൽ സ്വാഗതം പറഞ്ഞു. ആത്മ പ്രോജക്ട് ഡയറക്ടർ സഞ്ജു സൂസൻ മാത്യു പദ്ധതി വിശദീകരണം നടത്തി. സെക്രട്ടറി ബിജു പി ബാലൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി കെ അലിയാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ്, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ബി രവീന്ദ്രൻ, നെടുമ്പാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്യരാജൻ, ആലങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് നെയ്മ നൌഷാദ് അലി, ബോർഡ് മെമ്പർ ടി ഡി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിയായി ബിജു പി ബാലനെയും പ്രസിഡന്റായി ടി ജെ ജോഷിയെയും തെരഞ്ഞെടുത്തു. ഇത് ഏതെങ്കിലും 5-10 കർഷകർ കൂടി തീരുമാനിച്ചുണ്ടാക്കിയ ഒരു കൂട്ടായ്മയല്ല. ഇത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു സംഭവമാണത് ഫാം പ്ലാനിങ്. ഫാം പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോ കൃഷിഭവനിൻ്റെ കീഴിലും 50 കർഷകരെ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞിട്ടുണ്ട്. 50 കർഷകരെ വെച്ച് സ്വയം പര്യാപ്തരാക്കുന്ന ഒരു പരിപാടിയാണത്. അവരെങ്ങനെ സ്വയം പര്യാപ്തരാകുന്നത് അവർ ചെയ്യുന്ന കൃഷിയുടെ അവിടെ ഉൽപ്പാദനങ്ങൾ നമ്മൾ ഉൽപ്പന്നങ്ങളായിട്ട് നേരിട്ട് മാർക്കറ്റിൽ എത്തിക്കാതെ ഇതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അപ്പം അത് ഓരോ കർഷകൻ വിചാരിച്ചാലും ഒറ്റയ്ക്ക് അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരില്ല. അത് ഇത്തരം കൂട്ടായ്മകളിലൂടെ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണത്. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളരെ പരിമിതമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം ഒരു സംവിധാനം തുടങ്ങിയത്. അത് ഒരു മില്ല് വാടകയ്ക്കെടുത്ത് അത് ചെയ്യുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ഇത്തരം ഒരു ചെറിയ സംരംഭം കൊണ്ടു നടക്കാൻ ഒരിക്കലും ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ചോദിക്കുക എന്തിനാ തുടങ്ങിയെന്ന്. അപ്പൊ നമ്മൾ വലിയ സംവിധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് നമ്മൾ ഈ സംവിധാനം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വലിയ സംവിധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് നിലയ്ക്ക് നമ്മൾ ഈ സംവിധാനം തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ അംഗങ്ങളെങ്കിലും ഇതേക്കുറിച്ച് അറിവുള്ളവരായി തീർന്നാൽ മാത്രമേ അത് പരസ്പരം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രചരണമുണ്ട്, ഒരു ബിസിനസ് തന്ത്രമുണ്ട്. അത് ഇതിന് കിട്ടിയാൽ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഈ സംഭവം നമ്മുടെ കർഷകരുടെ കൂട്ടായ്മയുടെ ഉൽപ്പന്നമാണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നമുക്ക് കൂടുതൽ ലാഭം കർഷകന് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും സാധിക്കും.